ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് പ്രിയ. ഞാൻ അസുഖമായിട്ട്, അതായത് പനിയായിട്ടൊരു 7 ഡേയ്സ് ആയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതെ ഇരുന്നത്. ഇന്ന് ഞാൻ നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. തൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഞായറാഴ്ച എന്നൊരു ദിവസം ഞാൻ കാത്തിരിക്കും. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ കഴിഞ്ഞ ഞായറാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7-ന്, അതായത് സൺഡേ സ്കൂൾ കഴിഞ്ഞായിരുന്നു ആരാധന, അതിനുശേഷം യുവനസഖ്യം ഒക്കെ ഞാൻ ഇടയ്ക്കിരിക്കുമ്പോൾ ഓർക്കും. പക്ഷേ മറക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ജീവിതത്തിലെ എനിക്കെൻ്റെ കുറവുകളെ കാണാൻ കഴിഞ്ഞു. എനിക്കെന്നെ തിരിച്ചറിയാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, എൻ്റെ യാത്ര, നീ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്, നിൻ്റെ ദൗത്യം എന്താണ്, നിൻ്റെ പർപ്പസ് എന്താണ്, എല്ലാം അറിഞ്ഞൊരു പ്രായമായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ വെക്കേഷന് ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൂട്ടുകാർ കൂടി പോയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്ലെസ്സിങ്ങാണ് ഇന്നും 2026 വരെ ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. ദൈവിക ചിന്തയുണ്ട്. അതെന്നെ മുന്നോട്ട് നല്ലതായിട്ട് നയിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് പഠിച്ചൊരു കാര്യം, ജീവിതത്തിൽ വരുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഒരു കാര്യം, നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കപ്പിത്താൻ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം നമ്മൾ തീരുമാനിക്കും. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ അധ്യാപകനാണ്. ലൈഫെന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. ഈ ഞായറാഴ്ച നിങ്ങളോട് പറയാൻ പറ്റിയ ഒരു സന്ദേശം ഇതല്ലേ? നിങ്ങൾക്കുമില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ദിവസങ്ങൾ, മറക്കാനാകാത്ത അനുഭവങ്ങളൊക്കെ ഇല്ലേ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടം വരെ എത്താൻ ഞാൻ മാത്രമല്ല എഫേർട്ട് ഇട്ടത്. ഞാനൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നെ ഒരുപാട് പേര് എൻകറേജ് ഉണ്ട്. എന്നെ ഒരുപാട് പേര് പറയുമായിരുന്നു, നല്ലതാണിത്, നല്ലൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്, നല്ലൊരു യാത്രയാണ് പ്രിയക്ക് നല്ലതേ വരുത്തുകയുള്ളൂ എന്ന് മറ്റുള്ളവർ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് നല്ലത് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുക. ഒരുപാട് പേര് നമ്മളെ ബാക്കിലുണ്ട്, അങ്ങോട്ട് പോകണ്ട, വേറെ പണിയില്ലേ, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ, വേറെ പണിയില്ലേ, എവിടാ നിൽക്കുന്ന വെച്ചാൽ അവിടെ അങ്ങ് നിൽക്കരുതോ എന്നൊക്കെയാണ്. പക്ഷെങ്കിൽ കൈ പിടിച്ച് ഇറക്കുന്നവൻ വിശ്വസ്തൻ. മറ്റുള്ളവർ പലതും പറയും, അത് മനുഷ്യനാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടതയും ദുരിതയും ചില പ്രോബ്ലം വന്നാൽ മാനേജ് പോലും ചെയ്യാൻ കഴിയാത്ത കുറേ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് തന്നെ അവരുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും കാര്യമില്ല. പലരും മെൻ്റലി ഔട്ടായി ജീവിക്കുന്നവരാണ്, ചിലർ മെൻ്റലി സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഞാൻ പറയുന്നത്, മെൻ്റലി ഔട്ടായവരുടെയൊക്കെ വാക്ക് കേൾക്കാതെ നമ്മളെ എൻകറേജ് ചെയ്യുന്നവരുടെ വാക്ക് കേൾക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. എൻ്റെ ലൈഫിൽ ഞാനെടുത്ത ഓരോ ഡിസിഷനും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന എല്ലാ ഡിസിഷനും വെൽ പ്ലാൻ, ദൈവത്തിൻ്റെ നല്ലൊരു പ്ലാനായിരുന്നു എന്നെ ഇവിടം വരെ എത്തിക്കാൻ. എനിക്കൊരു പർപ്പസ് കാണാൻ